അശ്വതി, ഞാൻ അന്ന് പറഞ്ഞ റിപ്പോർട്ട് ഓക്കെ റെഡി ആണ് സാർ. സാർ നമ്മുടെ ഡാഷ്ബോർഡ് റെഡി ആയിട്ടുണ്ട്. അതിൽ ടോട്ടൽ സെയിൽസ് നമുക്ക് ഇത്രയാണ് വരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റ്. സാർ 4 ഇയറിന്റെ ഡാറ്റ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ 4 ഇയറിന്റെ ഒരു ഗ്രാഫാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അശ്വതി, ഇത് ഇയർ വൈസ് അല്ലേ? ഇതിന്റെ തന്നെ ക്വാർട്ടർ വൈസും മന്ത് വൈസും കൂടെ. എന്റെ പൊന്നു സാറേ, എനിക്ക് അറിയാൻ പാടില്ല. സാർ എനിക്ക് കുറച്ച് സമയം വേണം സാർ. സാർ എനിക്ക് വേണം സമയം. രണ്ടുപേർക്കും കൂടെ എത്ര സമയം വേണ്ടി വരും? സാർ ഒരു 3 ദിവസമെങ്കിലും വേണം സാർ. അതിൽ കൂടുതൽ ടൈം എടുക്കരുത്. യെസ് സാർ. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. A few moments later. സാർ ഞങ്ങൾ വിളിച്ചിരുന്നോ? വരും. അശ്വതി, ഞാൻ രാവിലെ ചോദിച്ച റിപ്പോർട്ട് എന്തായി? സാർ ഞാൻ പറഞ്ഞിരുന്നല്ലോ 3 ദിവസമെങ്കിലും വേണം സാർ. കെ ബി, ഞാനിപ്പോ പറഞ്ഞ റിപ്പോർട്ട് എന്തായി? സോ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പ്രോഫിറ്റ്, പിന്നെ ഇയർ വൈസ് നമുക്ക് ഇവിടെ ചാർട്ട് കാണാനായിട്ട് പറ്റും. ഇതിന്റെ തന്നെ ക്വാർട്ടർലിയും മന്ത്ലിയും റിപ്പോർട്ട്. സാർ അത് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ക്വാർട്ടർ വൈസും കാണാം, മന്ത്ലി ഡാറ്റയും ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ എക്സലിൽ മനോഹരമായ ഡാഷ്ബോർഡുകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ പവർ ബി ഉപയോഗിച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ അശ്വതി യൂസ് ചെയ്തത് മൈക്രോസോഫ്റ്റ് എക്സൽ ആയിരുന്നു. പക്ഷേ KP പവർ ബി ഉപയോഗിച്ചിട്ടാണ് ഡാഷ്ബോർഡ് ഉണ്ടാക്കിയത്. ഇത്തരം ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കും ഒരു സ്മാർട്ട് എംപ്ലോയി ആവാൻ ആഗ്രഹമുണ്ട്. ഫിൻസ്കിൽ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഡേറ്റ അനലിറ്റിക്സ് പ്രോഗ്രാമിലൂടെ വെറും 3 മാസം കൊണ്ട് നിങ്ങൾക്കും ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊഫഷണൽ ആവാം.